കേരളത്തിന്റെ പോലീസ് സ്വഭാവം വ്യക്തമാക്കുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ എറണാകുളം കളമശ്ശേരി കുസാറ്റിന് സമീപം നഗ്നതാ പ്രദർശനം. വൈക്കം സ്വദേശിയും പോലീസ് ഉദ്യോഗസ്ഥനുമായ അനന്തനുണ്ണിയെ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ ആണ് ഇയാൾ. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഈ മനോനിലയൊക്കെയുള്ള ആളുകൾ യൂണിഫോം അണിഞ്ഞ് സേവനത്തിനിറങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആണ് ഗുരുതരമാകുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ക്യുസാറ്റ്, എറണാകുളത്തെ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ക്യുസാറ്റ് കോളേജിന് സമീപത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അവിടെ വെച്ചാണ് വിദ്യാർത്ഥികളോട്, ക്യുസാറ്റിലെ തന്നെ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ വൈക്കം സ്വദേശിയായ അനന്തനുണ്ണി ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം കാണിച്ചത്. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അനന്തനുണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഈ പരാതിയിൽ പറയുന്നത് ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങൾ മാത്രമാണ് ഈ പരാതിയിലുള്ളത്. അതുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. എന്തായാലും അനന്തനുണ്ണിക്കെതിരെ കൂടുതൽ നടപടികളിലേക്കും കൂടുതൽ അന്വേഷണത്തിലേക്കും കടക്കാനാണ് പോലീസുകാരുടെ തീരുമാനം. എന്തായാലും അനന്തനുണ്ണിക്കെതിരെ ഉടൻ തന്നെ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് എങ്കിൽ പോലും ഇത്തരക്കാർ യൂണിഫോം ഒക്കെ ധരിച്ച് ഈ സ്ത്രീ വിഷയങ്ങളിൽ അടക്കമൊക്കെ എങ്ങനെ ഇടപെടും, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലൊക്കെ എങ്ങനെ ഇടപെടും, അവരുടെ മനോനില എന്ത് എന്നുകൂടിയാണ് പോലീസ് പരിശോധിക്കേണ്ടത്. ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഭരണകൂടമാണ്. ആ ഭരണകൂടങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ്. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും ഇത്തരത്തിൽ തന്നെയാണ് എങ്കിൽ എന്തു ചെയ്യും എന്നുള്ളതാണ്. അതാണ്